ജോ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന LKG വിദ്യാർത്ഥിനി ആർദ്ര നായരുടെ ചികിത്സാ സഹായ നിധി സമാഹരണത്തിന്റെ ഭാഗമായി മരുന്നുകട ഓട്ടോ തൊഴിലാളികൾ ഇന്നത്തെ ഒരു ദിവസത്തെ വേതനം നൽകുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന ഫ്ലാഗ് ഓഫ് പരിപാടി കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്തും KPCC ജനറൽ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യവും ചേർന്ന് നിർവഹിച്ചു. പുഞ്ചിരിക്കുന്ന ഈ കുഞ്ഞുമുഖത്തിന് പിന്നിൽ വേദനയുടെ ഒരു കഥയുണ്ട്. LKG സ്കൂൾ വിദ്യാർത്ഥിനിയായ ആർദ്ര നായർ എന്ന കൊച്ചുമിടുക്കി ഇന്ന് ജീവന് വേണ്ടി പോരാടുകയാണ്. താടിയലിനെ ബാധിച്ച ജോ ക്യാൻസർ കാരണം കഴിഞ്ഞ 10 മാസമായി ചികിത്സയിലാണ് ആർദ്ര. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷവും ആർദ്രയ്ക്ക് ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. നിർധനരായ ആർദ്രയുടെ കുടുംബത്തിന് താങ്ങായി മാറിയിരിക്കുകയാണ് ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികൾ. ഇവർ ധാരാളം പേരുണ്ട്. ഇവരുടെ ഇന്നത്തെ ഉപജീവന മാർഗം അത് ഇവർ ഈ കൊച്ചുമിടുക്കിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു സഹായമായി നൽകുകയാണ്. ഒരു കുഞ്ഞു കൊച്ചിൻ്റെ വലിയൊരു ഇതാണ്. ആ ഒരു ചികിത്സ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാരണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഓടി അന്നത്തെ കുടുംബം കഴിയുന്ന സുഹൃത്തുക്കൾ നമ്മൾ ഓട്ടോ തൊഴിലാളികൾ. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞപ്പോൾ അവരെ നല്ല മനസ്സിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന് വേണ്ടി അവർ തയ്യാറെടുത്ത് വന്നതിന് തന്നെ അവരെല്ലാവരും നന്ദി പറയുകയാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാ തൊഴിലാളികളും ഒത്തുചേർന്ന് എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്താണ് ഒരു ദിവസത്തെ വേതനം, ഒരു ദിവസത്തേന്നല്ല, അവർക്ക് ഒരു എമൗണ്ട് ആകണവരെ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കും. ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളത്, എന്നാലും ഞങ്ങൾ എല്ലാവരും അതിനെ സഹായിക്കും എന്നുള്ള എല്ലാവരും കൂട്ടായ്മ ഒരു ഐക്യം എടുത്താൽ ഇതിൽ പുറപ്പെട്ടത്. ആർദ്ര ചികിത്സ സഹായ നിധി സമാഹരണത്തിന്റെ ഭാഗമായി മരുന്നുകട ഓട്ടോ തൊഴിലാളികൾ അവരുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വേതനം ആർദ്രയുടെ ജീവൻ നിലനിർത്താൻ ചികിത്സയ്ക്കായി നൽകുന്നു. ഇതിന്റെ ഭാഗമായി ഫ്ലാഗ് ഓഫ് പരിപാടി നടന്നു. കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത്, KPCC ജനറൽ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം എന്നിവർ ചേർന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. പള്ളുരുത്തി പ്രദേശത്തെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഓട്ടോ തൊഴിലാളികളുള്ള ഒരു സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മരുന്നുകട ഓട്ടോ സ്റ്റാൻഡാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തവുമായി ഇന്നത്തെ ദിവസം അവരുടെ വരുമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒരു കാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ഇവിടുത്തെ ഓട്ടോ ഫ്രണ്ട്സിന്റെ എല്ലാ ഭാരവാഹികളെയും തൊഴിലാളികളെയും പ്രത്യേകമായി പള്ളുരുത്തിയിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ആ കുടുംബം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഇന്ന് ആ കുഞ്ഞുകുട്ടി RCCയിൽ ചികിത്സയിലാണ്. അതിൻ്റെ അമ്മയും കുടുംബവും അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടാണ് അതിൻ്റെ ചികിത്സ കഴിഞ്ഞ 10 മാസക്കാലമായി മുമ്പോട്ട് പോകുന്നത്. ആ കുഞ്ഞിന് ഒരു സപ്പോർട്ട് ആർദ്ര എന്നുള്ള ചലഞ്ച് ഒരു വലിയ വിജയമാക്കി തീർക്കണമെന്ന് പരിപാടിയിൽ കൗൺസിലർ അശ്വതി ജോയ് അധ്യക്ഷത വഹിച്ചു. 10 മാസം തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ തുടരുന്ന ഈ പിഞ്ചു കുഞ്ഞിന് താടിയലിനാണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ആ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവരൊത്തായി കൂട്ടായ പ്രവർത്തനത്തിൽ ഒരു തുടക്കം കുറിക്കുകയാണ് ഇന്ന്. സുമേഷ് ആന്റണി സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാർ ഗീത പ്രഭാകരൻ, ഹേമ ജയരാജ്, BJP തൃപ്പൂണിത്തുറ മണ്ഡലം സെക്രട്ടറി ഹരീഷ്, ഓട്ടോ തൊഴിലാളികളായ ബിജു, വിനീഷ്, നെൽസൺ, വിനോദ്, ടോണി, ജിനു എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഇന്നത്തെ നിങ്ങളുടെ ഈ വരുമാനം കൊച്ചു കുട്ടിയായ ആർദ്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ വന്നതിന് ക്ഷണിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നിങ്ങളുടെ ആ നല്ല മനസ്സിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ആർദ്രയുടെ ചികിത്സയ്ക്കായി ഈ മരുന്നുകട ബസ് സ്റ്റോപ്പിലെ ഈ ഓട്ടോ തൊഴിലാളികൾ ചെയ്യുന്ന ഈ സേവനം പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നയാഗ്ര വെള്ളച്ചാട്ടം കൊച്ചിയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ വിസ്മയ എക്സ്പോയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ ദ സറിയൽ വെള്ളച്ചാട്ടത്തിന്റെയും അവിസ്മരണീയ അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം.